ഞാൻ ഏലങ്കോട്. ഏലങ്കോട് എന്ത് പരിപാടി? ഏലങ്കോട് വഴി ഞാൻ വീട്ടിലേക്ക് പോണു. ഇത് ലൈവ് വെക്കൊണ്ടിരിക്കുക. ഓ താങ്ക് യു. എന്റെ പേര് അജിനാജു. സലൂണിൽ പോയി ചോദിച്ചു എന്നെ കൊണ്ടാ ചോദിച്ചു. അപ്പോൾ ട്രിമ്മിങ്ങും ഷേപ്പിംഗ് ഉള്ളത് ഈ ഇപ്പൊ നീ പറഞ്ഞത് എന്റെ കഥയാണെന്ന് അതവിടെ നിന്നും പോയി. സൂപ്പർ. ഷൈൻഡോൺ ജാക്കിയാണ് ഇഷ്ടമൊന്നും. ഇനി കുറച്ചേരം ഇങ്ങനെ അടി സക്കേ ചക്കര അടി അടി മുത്തേ പൊന്നെ. ഞാൻ മോഡേണ്. ഈ സെഗ്മെന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിമ്പിൾ. എല്ലാ മൈൽ സ്റ്റോൺ പ്രേക്ഷകർക്കും കളർഫുൾ സ്റ്റോറി ഗെയിം എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മായാവനം ടീമാണ്. സുബിൻ ചേട്ടൻ, ആദി ചേട്ടൻ ആൻഡ് ഗൗതം ചേട്ടൻ. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഗന്ധൻ. അപ്പോൾ മായാവനമാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ മായാവനം വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ എല്ലാവരുമായിട്ട് പറയും. അപ്പോൾ ആദി ചേട്ടന് തന്നെ തുടങ്ങാം. വിശേഷം എന്ന് പറയുമ്പോൾ ഓക്കെ ഓഫ്കോഴ്സ് പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. സോ വളരെ സന്തോഷമുണ്ട് മീറ്റിംഗ് എവരി വൺ. സുബിൻ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്കൊക്കെ എത്തുന്നത്? കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് എന്നെ ഇതിൽ നിന്ന് വിളിക്കുന്നത് നമ്മുടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടാണ് എന്നെ ഇതിൽ വിളിക്കുന്നത്. എന്നെ ഇതിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് എൻ്റെ AD റിയാസൊക്കെയാണ് എന്നെ ഫോണിൽ ആദ്യം വിളിക്കുന്നത്. എന്നിട്ട് ഫോണിൽ കൂടെ തന്നെ എൻ്റെ ക്യാരക്ടർ എന്താണെന്നും കഥയെ പറ്റിയൊരു ഏകദേശം ഐഡിയയും തന്നായിരുന്നു. അപ്പോൾ തന്നെ ഹാപ്പിയായി. പിന്നെ നമുക്ക് വാഗമണ്ണല്ലേ, വാഗമണ്ണ് വെച്ചായിരുന്നു ഷൂട്ട്. കാട്ടിലുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടായിരുന്നത് നമ്മുടെ ജാഫർക്കയുടെ കൂടെയും ഒക്കെയാണ്. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ഒന്ന് നിൽക്കുക, അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു പരിപാടിയായിരുന്നു. ഓക്കെ. ഇപ്പൊ ഗൗതമിന്റെ ഒരു ക്യാരക്ടർ റോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഈ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ? ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടിട്ടാണോ അതോ? കണ്ടിട്ടാണ്. ഇതിനകത്ത് ഒരു നാല് പേര് ഒരു കാട്ടിനകത്ത് പോകുന്ന ഒരു കഥയാണ്. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് നടക്കുന്ന ഇപ്പൊ മായാവനം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൽ തന്നെ ഉണ്ട് ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി. ഇത് ഒറ്റ വേർഡ് പറയണമെങ്കിൽ ഇത് ഫുൾ പറയാൻ പറ്റില്ല. കാരണം ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം പോയി. ഒറ്റ വാക്കി സാധനം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൂപ്പാണ്, ടൈപ്പ് ലൂപ്പാണ്. അതിനകത്ത് നമ്മൾ പെട്ടുവന്നാണ്. കാരണം അങ്ങനത്തെ ഒരു സാധനം മലയാളത്തിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാവരും പുതിയ ആൾക്കാരാണല്ലേ മെയിൻ ആയിട്ട് വരുന്ന ആളുകൾ? കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ എല്ലാം പുതിയ ആൾക്കാർ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു ഒരു ഭയങ്കര രസമായിരുന്നു ഈ കാർഡ്? എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു അത് ശരിക്കും? 35 ദിവസം. അപ്പൊ അത്രയും നാള് ഈ ഒരു അത് നമ്മൾ സത്യം പറഞ്ഞാൽ കാട്ടിനകത്ത് തന്നെയായിരുന്നു നമ്മൾ. അതിലൊരു 35 ദിവസത്തിന് ഒരു 75% ഒരു 10-12 ദിവസം പാലക്കാട് അങ്ങനത്തെ സംഭവം. എല്ലാം വാഗമൺ കാട്ടിനകത്താണ്. സത്യം കാട്ടിനകത്തായിരുന്നു. കിട്ടിയോ? എന്റെ അടുത്ത് അലൻസീർ ചേട്ടൻ പറഞ്ഞായിരുന്നു. പുള്ളിനെ മാത്രം കടിച്ചില്ല, ബാക്കി എല്ലാരും എന്റെ അടുത്ത് ഇല്ലെന്നാ പറഞ്ഞ. ഞാൻ വെള്ളമൊന്നുമില്ല, കടിച്ചോണ്ട് പോയില്ല. ഈ ബലൂൺ ഊതി ഉറപ്പിച്ച് കാറ്റ് വീട്ടായിരിക്കും, അങ്ങനെ വെള്ളം കിട്ടിക്കണം.
ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മായാവനം, ഒരു അഡ്വഞ്ചറസ്. ഇത് സത്യം പറഞ്ഞാൽ ഇവർ 4 പിള്ളേരുടെ സ്റ്റോറിയാണ്. നമ്മളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വന്ന ആ കഥയ്ക്ക് ഓരോ താളമുണ്ട്, ആ താളത്തിനനുസരിച്ചിട്ട് വന്ന് ഒരു ഇതുണ്ടാക്കിയിട്ട് പോകുന്ന ക്യാരക്ടറുകളൊക്കെയാണ് നമ്മൾ. മൊത്തത്തിൽ പറഞ്ഞ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ആ ലൈഫിൽ അങ്ങനെ നമ്മളും കൂടെ ഭാഗമാകുന്നു, അതാണ് സ്റ്റോറി. അപ്പോൾ ഇത് നമ്മളുടെ ഗെയിം എഡിഷൻ ആണ്. അപ്പോൾ അറിയാലോ, നമ്മൾ കുറേ സെഗ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതായത് ഞാൻ ഒരു ഇത് കാണിക്കും, ഒരു ലൈൻ കാണിക്കും, ഒരാൾക്കായിരിക്കും ആ ലൈൻ കാണിക്കുക. അപ്പോൾ ആ കാണിക്കുന്ന ആള് ഇപ്പോൾ ബാക്കി ഇപ്പം ഗൗതമിനെയാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ബാക്കി 2 പേർക്കും അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എളുപ്പമല്ലേ? ചെറിയ ലൈന്, അത് അവരെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഗെയിം. ഫസ്റ്റ് സെഗ്മെന്റ് ഇതാണ്. ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അഭിനയം കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും, നമ്മൾ പ്രേക്ഷകരൊക്കെ എങ്ങനെ അറിയട്ടെ. അപ്പൊ ആദ്യം ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കണം? എല്ലാവർക്കും അവസരമുണ്ട്, 3 പേർക്ക് അവസരമുണ്ട്. 3 പേരും ചെയ്യണം. നീ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ? ഓക്കെ അല്ലേ? ചെല്ല്. സിമ്പിൾ ആയിട്ട് കാണിച്ചു. മോഹൻലാലിന്റെ സിനിമയാണ്. ഡയലോഗ് സവാരി ഗിരി ഗിരി ഗിരി. പറഞ്ഞോ? സവാരി ഗിരി. അടിപൊളി. അടുത്ത നീ പോയിട്ട് പറയാൻ പറ്റില്ല. ശരി, ഇരുന്ന് ചെയ്യാം. ഓക്കെ. ഫോൺ അനക്കരുത്. പുറപ്പെട്ട് കഴിഞ്ഞു, അതാണ്. കോട്ട്. 2 പേരും പറയണം. മിണ്ടാതിരിക്കുക. തണുപ്പ് 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 കമ്പിളിപ്പ് കേൾക്കണം. അത് തന്നെ കമ്പിളി. അടുത്തത് കമ്പിളി കിട്ടിയല്ലോ. 3ാമത്തെ എനിക്ക് മാത്രം എന്താ എനിക്കട്ടെ, ചുമ്മാ കണ്ടുപിടിക്കാം. അതാ പറഞ്ഞ. ഓക്കെ, അടുത്ത കാണിക്കട്ടെ. ചെല്ലു ചെല്ലു. തീർക്കണം അത്. ഇത് 4ാമത്തെ. ഇവിടെ നിന്നേര്. അടി സക്കേ. ചക്കര. അടി. അടി. മുത്ത്. പൊന്നെ. അല്ല, അതല്ലേ പറഞ്ഞു, അതല്ലേ അതാണല്ലേ ഞാൻ ഇന്ററാക്ട് ചെയ്യും. അടി. അടിച്ചു. അടി. ഇല്ല, പറ്റില്ല. അടിച്ച്. ഇല്ല, പറ്റില്ല. അടിച്ച്. ഇല്ല, തലയിലൊന്നും ഇല്ലെന്ന്. അടിച്ചു. അടിച്ചു മോനെ, അടിച്ചു മോനെ, അതല്ലേ? അടിച്ചു മോനെ, അടിച്ചു. നേരത്തെ കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ നേരത്തെ? പറഞ്ഞല്ലോ. ഇത് മനസ്സിലായി, മനസ്സിലായ പറയില്ലേ? അടി സക്കേന്നായിപ്പോയി, അതും ശരിയല്ലേ? 6 വാക്കുണ്ട്. ലിപ്സ് അനക്കാൻ പാടില്ല. 6 വാക്കിൽ 2ാമത്തെ വാക്ക്
ഒന്നാമത്തെ വാക്ക്. ഇത് ഞാനല്ലടാ ഉണ്ണി, ഇത് മറ്റവനാണ്. എനിക്കത് മറന്നു കേട്ടോ. ഇത് ഞാനല്ലടാ. ആ ഓക്കെ. അത് പോയി. ഓക്കെ അല്ലേ? അത് ഓക്കെ പറയാൻ പാടില്ല. സൗണ്ട് ഒന്നും പാടില്ല. സൂക്ഷിച്ച് നോക്കണ്ടോ ഉണ്ണി, ഇത് ഞാനല്ല. അത് നല്ല ഭംഗിയായിട്ട് ഇപ്പൊ ആദിച്ചേട്ടൻ കാണിക്കും. രണ്ടാമത്തെ വാക്ക് ഉണ്ണി. 2 വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയണത്. 2 വാക്ക് പറയേ. അതൊക്കെയാണ്. ഞാനല്ലടാ ഉണ്ണി, ഞാനല്ലടാ, ഇത് ഞാനല്ലടാ. 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 3ാമത്തെ വാക്ക് ഞാനല്ലടാ. ഞാനല്ല. ഞാനല്ലടാ. 1 മോനെ ഉണ്ണി, ഞാനല്ലടാ, ഇത് ഞാൻ അല്ലടാ. ഒന്നും പറ്റില്ല. ഇത് 4ാമത്തെ ഞാനല്ലടാ. ഇത് ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ. ഇത് ഞാനല്ല. ഞാൻ അവർക്ക് പെട്ടെന്ന് കഴിയുമെന്ന്. എന്റെ ഗർഭം ഇങ്ങനെ. എന്റെ ഗർഭം അത് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. ഓ സിമ്പിള്. സിമ്പിള്. പറയട്ടാ. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി പറയുമ്പോ മുഖം, ഞാൻ ഭയങ്കര സിമ്പിൾ ആയി പോയില്ല. സിമ്പിൾ അല്ലേ? അപ്പൊ ടെൻഷൻ ഒക്കെ മാറി. അപ്പൊ ഇതുപോലെയൊക്കെയാണ് ബാക്കിയുള്ള സെഗ്മെന്റ്സ്. ഓക്കെ ഓക്കെ അല്ലേ? ഈ സെഗ്മെന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിമ്പിൾ. എന്റെ ജോലി തെറിപ്പിക്കരുത്. ഓക്കെ, ഇനി അടുത്ത സെഗ്മെന്റ്. ഞാൻ ഫിലിമിന്റെ പേര് അത് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അതിന്റെ ഒറിജിനൽ പേര് നിങ്ങൾ പറയണം മലയാളത്തില്. ഓക്കെ അല്ലേ? ഗൂഗിൾ ട്രാൻസ്ലേഷൻ അതൊന്നും പറ്റില്ല. അത് സായി പറയും. പറഞ്ഞോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 2ാമത്തെ റൗണ്ടിലേക്ക് പോവാ. കുറച്ച് ഇനി എനർജി വേണം. ഓക്കെ. ബ്യൂട്ടിഫുൾ മാൻ. സുന്ദര പുരുഷൻ. ഇനി മിണ്ടല്ലേ? ഇനി മിണ്ടല്ലേ, ഇച്ചിരി ബുദ്ധി കൂടുതലാ, അതുകൊണ്ട് മിണ്ടല്ലേ. ഓക്കെ, 2ാമത്തെ. ലെറ്റ് സ്റ്റേ അറ്റ് ടൗൺ. നാട്ടിൽ നിൽക്കാം. പറയട്ടാ. പറ്റത്തില്ല. ഈ നഗരത്തിൽ പാർക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയണം. അല്ലെ അതല്ലേ നാലോ? മിണ്ടില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് പറ. ലെറ്റ് സ്റ്റേ അറ്റ് ടൗൺ. നഗരത്തിൽ നിൽക്കാം. അവിടെ പോയി രാപ്പകൽ വാങ്ങാം. എനിക്ക് അറിയാമോ ആ സാധനം? പോയോ? അടുത്ത ആൾക്ക് കൊടുക്കട്ടെ. ഉണ്ടല്ലേ? എനിക്ക് പോയി. കിട്ടിയില്ല. പറ, നീ പറ. ഗൗതം കിട്ടിയോ? നമുക്ക് നഗരത്തിൽ പാർക്കാം. അല്ല, ടൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയണം? ടൗൺ മലയാളത്തിൽ ഇല്ല ഇല്ല, കഴിഞ്ഞോ? കഴിഞ്ഞോ? നമുക്ക് നമുക്ക് ലെറ്റ്സ് സ്റ്റേ ഇൻ ടൗൺ അല്ലേ? ലെറ്റ്സ് സ്റ്റേ ഇൻ ടൗൺ. അറ്റ് ടൗൺ. നമുക്ക് നഗരത്തിൽ നിൽക്കാം. പോയി രാപ്പകൽ രാപ്പകലില്ല. അങ്ങനെ സാധനം ഉണ്ടോ? നഗരത്തിൽ ചെന്ന് പാർക്കാം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, അടുത്ത ശരിയാക്കാം. വി ആർ ഹാപ്പി. സന്തോഷവാന്മാരാണ്. ഞങ്ങൾ സന്തുഷ്ടരാണ്. ചേട്ടാ, ഞാൻ പറയണ്ടേ? അപ്പൊ ഓക്കെ, ഞാൻ ഇനി പറയല്ല. അപ്പൊ ബാക്കിയുള്ളവർക്ക് പോയിന്റ്. ഇനി നീ പറയണം. ടീച്ചർ ഉത്തരം പറയുന്ന കാര്യം ഉണ്ടാകും. അത് പോയേ. ഇനി പറയില്ല, ഇനി പറയില്ല. ഗോഡ് ടൈഗർ ഡാൻസ്. ദൈവം. ഗോട്ട്. ഗോട്ട്. ഗോഡ് ടൈഗർ ഡാൻസ്. ആട്, പുലി. ഡാൻസിന് എന്താണ്? നൃത്തം. ആട് കളിയാട്ടം. അങ്ങനത്തെ സിനിമ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. സിനിമ ആട് കളിയാട്ടം ആണോ? ഗോഡ് ടൈഗർ ഡാൻസ്. ആട് കിട്ടിയ
സിമ്പിൾ അല്ലേ? ആ സിമ്പിൾ അല്ലേ? ആടുപുളിയാട്ടം. പറഞ്ഞു കൊടുത്തോ? ഏയ് ഇല്ലല്ലോ. എനിക്ക് ഞാൻ പഠിച്ച മാത്രം ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ പോകും. എനിക്ക് അടുത്തുള്ള ആണല്ലോ, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ലല്ലോ. ഓക്കെ, അടുത്ത പറയട്ടെ. അടുത്ത ആരാ പറയാൻ പോണേ? സുമി ചേട്ടാണോ ആ പറയുന്നത്? പറ. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. ആ ഓക്കെ. ലൈഫ് ടൈം. ഏ ലൈഫ് ടൈം. ലൈഫ് ടൈമോ? ലൈഫ് ടൈമോ? ആ ലൈഫ് ടൈം. അത് മലയാളത്തിലാക്കിയാൽ ഒരു സിനിമ കിട്ടും. ജീവിത സമയം. ബുദ്ധി വരട്ടെ, ആലോചിക്ക്. ലൈഫ് ടൈം. അതായത് പടൂടാ. ഇങ്ങനെ പടം ഇല്ലേ? ജീവിത അടുത്തൊക്കെ കൊടുക്കട്ടെ. ആർക്കാ പാസ് ചെയ്യാൻ പോണേ? ബെസ്റ്റ്. ലൈഫ് ടൈം. അത് ജീവിത സമയം എന്ന് പറഞ്ഞ സിനിമയല്ല എന്തായാലും. ജീവിത നേരവും അടുത്ത ഇല്ല. ആർക്കാ? ആർക്കാ പാസ്? 3 പേർക്കും കിട്ടുന്നില്ല. ലൈഫ് ടൈം നേരമാണോ? നേരമാണോ? ലൈഫ് ടൈമാ? ആ എന്തുവാ? ഇങ്ങനെ ഒരു സിനിമ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ പഞ്ഞിക്കരുത്. ലൈഫ് ടൈം ആയുഷ്കാലം. അത് ലൈഫ് ടൈമായിട്ട് ഉണ്ട് ഉണ്ട്. ആയുഷ്കാലം. അല്ല, ആയുഷ്കാലം ലൈഫ് ടൈം ആവും. ആയുഷ്കാലം ആയുഷ്കാലം. ആ അങ്ങനെ ലൈഫ് ടൈം ജീവിക്കാനുള്ള സ്വത്ത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആയുഷ്കാലം ജീവനുള്ള കാലം. ടൈം എന്ന് പറയണം. എടാ ആയുഷ്കാലം വെച്ചാൽ ഒരു ജീവിതം മൊത്തം ദീർഘമല്ലേ ജീവിച്ച്. അതല്ല ലൈഫ് ടൈം. അതിനെ ലൈഫ് ടൈം എന്ന് അപ്പൊ പറയും. എന്റെ ലൈഫ് ടൈം എന്ന് പറയണം. അന്നല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്തിനാ? അല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കാൻ. 8ാം ക്ലാസ്സിൽ CBSE പഠിച്ചത്. മമ്മി ഗ്രാമർ ടൈം പോയല്ലോ. ഓക്കെ, ഇനി ആദിചേട്ടനാണേ. മെസ്സേജ്. മെസ്സേജ്. കിട്ടി കിട്ടി കിട്ടി. മെസ്സേജ്. സന്ദേശം. ആ യെസ്. ഇതെങ്കിലും കിട്ടിയോ? ആ വളരെ ഞാൻ സെക്യൂരിറ്റിയിൽ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പറയട്ടെ. ആ സ്റ്റോറി കണ്ടിന്യൂസ്. അത് സിമ്പിൾ അല്ലേ? എനിക്ക് കിട്ടി. ആര് പറയും? ആര് പറയും? കഥ പറയും. ആർക്കാ കഥ കിട്ടാത്തെ? തുടരുന്നു. ഏ? കഥ തുടരുന്നു. ആർക്കാ കിട്ടാത്തെ? പറഞ്ഞോ, കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞോ. അതെ, കട്ടക്ക് പറഞ്ഞു. പറയടാ. കഥ പറയുന്നു. അല്ല കഥ തുടരുന്നു. തുടരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. സിമ്പിളാ. ആയുഷ്കാലം മാത്രമേ ഇച്ചിരി കടുത്തുള്ളൂ. ബാക്കിയെല്ലാം കിട്ടി. CBSE ന്ന് കേട്ടോ. ഓക്കെ, സെഗ്മെന്റ് 3 പോവാം. ആ പോവാം. അങ്ങനെ എണീറ്റ് പോവാനല്ല. ഹാസ്യം ഉണ്ടാക്കി. ഒരു ഹാസ്യം ക്രിയേറ്റ് ചെയ്തതാ. കോമഡി ചെറുതായിട്ട് വർക്കൗട്ട് ആയില്ല. ഓക്കെ ഓക്കെ. ഇനി ആരാണ് അയാൾ? റൗണ്ട് ആണ്. ആരാണ് അയാൾ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ അകത്ത് ആരാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് എന്ന് പറയണം. കൈ പൊക്കിയാൽ മതി. ആത്മാർത്ഥത കുറച്ചധികം കൂടുതലാണ്. കുറച്ചധികം കൂടുതലാണ്. ഓക്കെ. ഭയങ്കര പൊസസീവ് ആണ്. ഓ എവനുണ്ട്. ഒരു സിഗ്മ എവനവൻ. ഞാൻ പോസിറ്റീവാ. ആ പറ. കഥ പറയിപ്പിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കരുത്. അതിൽ കേട്ടങ്ങ് അടങ്ങിയാൽ നമുക്ക് കൊള്ളാം. ചേട്ടാ ചെറുതായിട്ട് സ്റ്റോറി. വേറെ ആളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് സുബിച്ചേട്ടൻ തന്നെ പ്രൈവറ്റ് ഇപ്പൊ എന്റെ അമ്മ ഇന്റർ കാർഡ് എന്നെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ പോണ അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഓരോ ഷൂട്ട് പറഞ്ഞു. ബാക്കി പറ. എന്നെ അവിടെ ലൊക്കേഷനിൽ കണ്ടില്ല ഈ പുള്ളി ഭയങ്കര ഇതാകും, സീനാവും. ഇവ അഭിനയിക്കുന്ന ടൈമിൽ എനിക്ക് ഷോട്ടില്ലെങ്കിലും ഞാൻ അവിടെ നിന്ന് നിൽക്കും. അവിടെ നിക്കണം. ഞാൻ ഇവിടെ പോയാലും എന്റെ കൂട്ടുകാരെ കണ്ടാകും. ഇവിടെ പോയാലും എന്റെ കൂടെ കൂട്ടിനല്ല അവന്മാർക്ക് ഞാൻ പോകും. അങ്ങനെയാണ് എന്റെ വീട്ടുകാരെന്ന് എന്റെ കാര്യത്തിൽ ഇപ്പൊ എന്റെ കൈയൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂട്ടുകാരൻ പറയണം. എന്റെ വീട്ടുകാരോട് എത്ര ഭാഗത്തിന്റെ കൈ ഒടിക്കുന്നുണ്ടാവും. പക്ഷെ എന്റെ കൂട്ടുകാരൻ പോയി ചോദിച്ചാൽ അറിയാം. അപ്പൊ ഇപ്പം പോയാലും കൂട്ടുകാരൻ. പിന്നെ സുബിൻചാനോടെ കണ്ടതിന് ശേഷം എനിക്ക് ഇത് കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. ചോദിക്കാം. പിന്നെ എനിക്ക് ഇങ്ങനെ ചില മറയത്തൊക്കെ ചെന്നിരിക്കും.
എന്നിട്ട് മൈക്കില് ആക്ഷൻ പറയും. അപ്പോൾ ഞാൻ സുബിൻചേട്ടനെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഓർമ്മ വിളിച്ചിട്ട് ഞാൻ അടുത്ത് അവതരിക്കും. മറയത്ത് ചെന്നിരുന്നിട്ട് അല്ല ഇത് മറ്റേതില്ലേ ഏതെങ്കിലും മരത്തിൽ അവിടെ കാടല്ലേ, അവിടെ ഇരിക്കാനൊന്നും സൗകര്യമില്ല. ഞാൻ ഏതെങ്കിലും വലിയ മരത്തിന്റെ മൂടിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവന് അപ്പൊ ഇവൻ അവിടെ ഫുള്ള് നോക്കിയിട്ട് എന്നെ കണ്ടില്ലേ വിളിക്കും, സുബിൻചേട്ടൻ എവിടെ, സുബിൻചേട്ടൻ എവിടെ. അപ്പൊ ഞാൻ പറയണ്ട ഇവിടെ ഉണ്ട്. അപ്പൊ അവന് സമാധാനമാണ്. പിന്നെ അവിടെ അപ്പോൾ സെറ്റില്ല. അങ്ങനെ പണ്ടുപോലെ അല്ല പ്രശ്നം വെച്ചാൽ സുബിൻ ടാസൻ മൈക്കിലൊക്കെ പറയും ഏറ്റവും അവസാനം സുബിൻ ഫ്രെയിമിൽ മാറുന്നത് അത് വൈകി പറഞ്ഞു, വൈകി പറഞ്ഞു. മൈക്കിൽ പറഞ്ഞു ഞാൻ സൗഹൃദത്തിന് ഭയങ്കര അല്ല അങ്ങനെയാണ്. വീട്ടുകാരെ കട്ടി കണക്ട് ഫ്രണ്ട്സിന്റെ ആണ്. ഓക്കെ, ഞാൻ ഉറങ്ങിയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നെഞ്ചിലാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. അച്ഛനും മോനെയും പോലെ. ഡാഡി ആ ഇനി അതുകൂടെ കേൾക്കാടാ. അതിന്റെയും കൂടെ ഒരു കുറവുള്ളൂ. അപ്പൊ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നേരിട്ട് ചേട്ടന്റെ അല്ല ഗൗതത്തിന്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണണമെന്നുണ്ട്. ഞാൻ പെട്ടുപോയി രാവിലെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 2 ഹാസ്യം പറയാൻ പറയുമ്പോഴേ സാറില്ല, ഞാൻ ടൈം തരാം, പ്രിപ്പയർ ചെയ്തോ. നീ കുറച്ച് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയൊരു അവസരമല്ല, അപ്പൊ അന്നേരത്തേക്ക് അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യണ്ടേ. അങ്ങനെയാണെങ്കിൽ ഞാൻ മഴയിൽ നിറമേ നിർത്തോളാം. അത് പറ്റത്തില്ല. ആ കഥ തുടങ്ങില്ല. ആ കഥ മുടങ്ങി. ചെറുത് ചെറിയോ? സൂപ്പർ സാധനം പറഞ്ഞില്ല. ആ പറഞ്ഞു. കേട്ടാ ഒരു മാവൻ അല്ലെങ്കിൽ ഒരു മാവൻ. ഞാനാ ചോദിച്ചേ. ഒരു മാവൻ സലൂണിൽ പോയി ചോദിച്ചു എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ട്രിമ്മിങ്ങും ഷേവിങ്ങും ഉള്ളത് പറഞ്ഞു. ഇതേ ഇച്ചിരി ഇതൊക്കെ ആക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഇടാൻ അയ്യോ ഒരു മാവൻ സലൂണിൽ പോയിട്ട് ചോദിച്ചു എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അത് ബംഗാളി ഇട്ടാണ് അങ്ങനെ പറഞ്ഞു ഡ്രിമ്മിങ്ങും ഷേവിങ്ങും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ മാമൻ പറഞ്ഞു 2 പാക്കറ്റ് ആയിട്ട് എടുത്തു, വീട്ടിൽ വാസന ഉണ്ടോ അത് കട്ട് ചെയ്തടാ. അത് വേണ്ട. ഞാൻ ചെറുത് മതി എന്ന് പറഞ്ഞോണ്ടാണോ? ചെറുത് മതി. സൂപ്പർ സാധനമാണ്, കിട്ടാത്തത് അഴുക്ക വിറ്റും പറഞ്ഞിട്ട് എന്തിന് പാട്ടൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കുഴപ്പമില്ല. പ്രശ്നം സുബിൻചേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തുവാ പക്ഷെ നിൽക്കണത് തമാശ ഈ ഇപ്പൊ നീ പറഞ്ഞത് എന്റെ കഥയാണെന്ന് അതവിടെ നിന്നും പോയി. വീഡിയോ കുറവാണെങ്കിൽ അച്ചാറിട്ട് വെച്ചിട്ട് അടുത്ത വർഷം എടുത്താൽ സൂപ്പർ. അപ്പൊ നിനക്ക് ഈ വിറ്റും മതി. അല്ലേ? ആണോ? അതെന്റെ കഥ. മാമൻ എന്ന് പറയുമ്പോ മനസ്സിലായിക്കോണ്ടോ സുബിൻചേട്ടനാണെന്ന്. കൊച്ചുകാരിയുടെ ആവശ്യമുണ്ടോ? ഓക്കെ, ഒരു ലാസ്റ്റ് സെഗ്മെന്റാ. പ്രേക്ഷകരെ നിങ്ങൾ മടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളെ അവസ്ഥ. ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഫ്രണ്ടിനെ വിളിച്ചിട്ട് മായാവനം മൂവി കാണണമെന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യാം. ഇൻഫ്ലുവൻസർ പുള്ളിയാണ്. ആർക്ക് വേണേലും വിളിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആരെ വിളിക്കാം? എന്നെ വിളിക്കാം. അങ്ങനെ പറയരുത്. ഹാഷിറിന് അവ എടുക്കുമെന്തോ ഈ സമയത്തൊക്കെ. ഹലോ, എവിടാ? ഏലങ്കോട്. എന്ത് പരിപാടി? ഏലങ്കോട് വഴി ഞാൻ വീട്ടിലേക്ക് പോണു. എടാ, ഈ പറഞ്ഞ ജനുവരി 19-ാം തീയതി ഞാൻ അഭിനയിച്ച മായാവനം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാവുന്നുണ്ട്. നീ അത് കാണണം. ഇത് ഞാനിപ്പോ കേട്ടോ, മറക്കല്ലേ. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നലേ. അത് ഇറങ്ങുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഒന്ന് പറയോ? വേറെ ഒന്നും കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ വിട്ടുപോകും. ഓക്കെ, 2 ദിവസം മുമ്പേ ഞാൻ പറയാടാ. ഉറപ്പായിട്ടും ഒന്ന് മെസ്സേജ് ഒക്കെ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും. ഓക്കേടാ. ഓക്കെ.
ആദ്യമേ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ കളയല്ലേ ആരെടുത്തു പേടിച്ചു. അതും സംസാരിച്ച ടോൺ മാറിയില്ല, ലോട്ടറിക്കാരെ ടോണായി. ഓക്കേടാ, ഓക്കെ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. പിന്നെ ഞാനിപ്പോ ഒരു ലൈവ് ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇവര് പറഞ്ഞ് ഒരു സെലിബ്രിറ്റീനെ വിളിക്കാൻ. അങ്ങനെയാണ് നിന്നെ വിളിച്ചത്. ഇത് ലൈവ് വെക്കൊണ്ടിരിക്കുക. ഓ താങ്ക് യു. എന്റെ പേര് അജിനാജു. ഓക്കേടാ, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ നിന്റെ ഫോട്ടോ ഉൾപ്പെടെ സൈഡിൽ കൊടുക്കും. പിന്നെന്ത് പേടിയല്ല. കണ്ടോടാ, ഞാൻ ആരെ വിളിക്കാൻ പറയുമ്പോ ഞാൻ നിന്നെയാണ് വിളിച്ചത്. ഇത്രയും നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിട്ട്. അതാണ് സ്നേഹം. അത്രേ ഉള്ളൂ സംഭവം. കൂട്ടേണ്ടി വരും അക്കൗണ്ട്. ശരിയടാ, ഓക്കെ എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ. പിന്നെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സെഗ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കാണാൻ പറ്റിയതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി കാണാൻ പറ്റട്ടെ. മായവന എന്ന റിലീസ് ജനുവരി 19-നാണോ? 19. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഇന്റർവ്യൂ സെഗ്മെന്റ്സ് കാര്യങ്ങളൊക്കെ? എന്റെ അച്ഛനെ പറ്റി 2 വാക്ക് പറ. എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ്റെ പേര് ഗൗതം. അല്ല, എന്റെ അച്ഛൻ്റെ പേര് ശശി. എൻ്റെ പേര് ഗൗതം. എൻ്റെ ഫുൾ നെയിം ഗൗതം ജി ശശി. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് പറയാൻ, ഞാൻ ഗൗതം ജി ശശി. മഴയിൽ മരം ഒരു ചിരി ചിരി ബമ്പർ ചിരി എന്ന് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തവരാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വെച്ചാൽ നമ്മൾ അവൻ്റെ സിനിമ മായാവന ഈ വരുന്ന മായാവന ഈ വരുന്ന 19-ാം തീയതി ഈ വരുന്ന 19-ാം തീയതി 0.75 19-ാം തീയതി ടെലികാസ്റ്റ് ആവും. അപ്പം മാക്സിമം എല്ലാവർക്കും കാണാൻ പറ്റുമെങ്കിൽ പോയി കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത പ്രോത്സാഹനം ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പോയി കണ്ട് നമ്മുടെ പ്രോത്സാഹിക്കണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. പണ്ടോട്ട് എല്ലാവരും പറയണമായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒന്നുകൂടെ പറയണം, നമ്മുടെ സിനിമ മായാവനം എൻ്റെ അടുത്തൊരു സിനിമ വരാറുണ്ട് അടുത്ത മാസം. അപ്പം അതും ഇനി വരുമ്പോൾ ഇനി നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. നിങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എന്നും ഈ നാട്ടിൽ തന്നെ കാണും. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ തെറിക്ക് വിടുന്നു. ഇഷ്ടംപോലെ പണിയുണ്ട്. അപ്പം എനിക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ കിടന്ന് ജീവിക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്ക് പറഞ്ഞാൽ സുബിൻ ചേട്ടൻ, സായി, പിന്നെ ബാക്കിയുള്ള ശാംഭവി എന്നുള്ള വെച്ചുണ്ട്, ആമിന, സുധി കോപ്പ, അലൻസിറ ചേട്ടൻ, സെന്ത് ചേട്ടൻ, അങ്ങനെ കുറച്ച് കാലിബറുള്ള ആർട്ടിസ്റ്റുള്ള സിനിമയാണിത്. അപ്പം നിങ്ങൾ പോയി കണ്ട് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇതൊക്കെ ഞാൻ ടി വിയിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരാൾ പറയണം അതിൻ്റെ ഇങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല. അപ്പോൾ ഫാൻറ്റസി ഞാൻ ജീവിച്ചു വേണം. അപ്പോൾ എല്ലാവരും മാക്സിമം പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഇനി ബാക്കി കളി തീയതി എനിക്ക് തന്നെ പറയാനുള്ളത്, ഓഫ്കോഴ്സ് ഞങ്ങളുടെ സിനിമ 19 റിലീസ് ചെയ്യാണ് മായാവനം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. സൗണ്ടും BGM, ആക്ഷൻ, ത്രില്ലർ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ബോർ ചെയ്താണ്. അതെ. അപ്പോൾ ഗൈസ് എല്ലാവരും കാണണം. താങ്ക് യു. അപ്പോൾ അതാണ്, എല്ലാവരും ജനുവരി 19-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി മായാവനം കാണുക. ഇത്രയും നേരം വേറൊരു സൗണ്ട്, അവസാനം ബാസ്. ഓക്കെ പറയണ്ട. തണുപ്പുള്ള രാത്രി ഫാന്റെ മുട്ടിൽ കിടക്കുകയാണ് നിങ്ങൾ. അപ്പോ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.